നമസ്കാരം. M-Faber ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഈ വരുന്ന പരീക്ഷയ്ക്ക് നല്ലൊരു ശതമാനം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അതിന്മേലുള്ള ജനങ്ങളുടെ വിശ്വാസം തകർന്നിരിക്കുന്ന അവസരത്തിലാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത കെടുത്തുന്ന രീതിയിലുള്ള സത്യാവസ്ഥകൾ കഴിഞ്ഞ മാസം രാഹുൽ ഗാന്ധി എല്ലാവർക്കും മുന്നിൽ അവതരിപ്പിച്ചായിരുന്നു. അതിനെ തുടർന്ന് വോട്ട് ചോറി ഹാഷ്ടാഗുകൾ സോഷ്യൽ മീഡിയ നിറയുകയും ബീഹാറിൽ ഇപ്പോൾ വോട്ടർ അധികാർ യാത്ര വിജയകരമായി നടത്തി അത് സമാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള എല്ലാ രീതിയിലും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനം തികച്ചും എന്താ പറയാ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ബി ടീമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഒരുപാട് UPSC മറ്റ് PSC മത്സര പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. അതും മോസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, സോ ഈ പറയുന്ന ക്ലാസ്സിന്റെ നോട്ട് M-Faber കേരള PSC എന്ന ടെലിഗ്രാം ചാനലിൽ നൽകുന്നുണ്ട്. കൂടാതെ നമ്മുടെ ആപ്പിനുള്ളിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സ് ഒക്കെ എടുത്തവരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിന്നും ഈ കോഴ്സ് ഈ ക്ലാസ്സും നോട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുടെ പാർട്ട് അതായത് ഭാഗം 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15ാമത്തെ ഭാഗത്തിലാണ് എന്നുള്ളത് നമ്മൾ ഒരു സംശയം കൂടാതെ പറയണം. പാർട്ട് 15 of the Indian Constitution deals with matters related to elections. അതിൽ തന്നെ എത്രാമത്തെ ആർട്ടിക്കിൾ മുതൽ എത്രാമത്തെ ആർട്ടിക്കിൾ വരെയാണെങ്കിൽ 324 to 329 ആണ്. അതിൽ തന്നെ ആർട്ടിക്കിൾ 324 എടുത്ത് 324 എന്താ പറയുന്നത്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ റെസ്പോൺസിബിൾ ഫോർ ഓവർസീയിങ് ദ സൂപ്പറിൻറ്റൻഡൻസ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇലക്ഷൻസ് ടു ദി എവിടെയൊക്കെയാ? പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, ദ ഓഫീസേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ദി വൈസ് പ്രസിഡന്റ്. UPSC PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻ എന്താണ്? ഡ്യൂട്ടി എന്താണ്? മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞത് എവിടെങ്ങളിലേക്കുള്ള ഇലക്ഷൻസ് നടത്തണമെന്നുമായി ബന്ധപ്പെട്ടാണ്. നമ്പർ 1 പാർലമെന്റ് അഥവാ ലോക്സഭ ആൻഡ് രാജ്യസഭ. നമ്പർ 2 സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും മറ്റൊന്ന് ലെജിസ്ലേറ്റീവ് കൗൺസിലുമാണെന്നുള്ള കാര്യം മറക്കരുത്. നമ്മുടെ കേരളത്തിന് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല എന്ന് വെച്ചുകൊണ്ട് അത് നിങ്ങൾ വിട്ടുകളയരുത്. അടുത്തത് പറയുന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന അതായത് തദ്ദേശീയ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. അത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നോക്കിക്കൊള്ളുക. It outlines that ECI, Election Commission of India, shall consist of a chief election commissioner and other election commissioners appointed by the president to ensure free and fair electoral process across national, state and presidential levels. Okay, അപ്പൊ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ പ്രോസസ് ആയിരിക്കണം നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടത്. ഭരണഘടന വിരുദ്ധമായി ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് അല്ലെ? 2024 പാർലമെന്റ് ഇലക്ഷൻ, ആ സമയത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ആയിരുന്നു. അദ്ദേഹം ഇലക്ഷനൊക്കെ നടത്തി ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പാട് നോക്കിപ്പോയി. ഇപ്പോൾ വന്നിരിക്കുന്ന ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്നത് തനി ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടിയുടെ ബി ടീമായിട്ട് മാറിക്കൊണ്ടാണ് അന്ന് പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോ നമ്മുടെ
ഭരണഘടന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് രാഹുൽ ഗാന്ധിയും നമ്മളും എല്ലാം പോരാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വോട്ടൊക്കെ വെറുതെ ആയിപ്പോയി എന്ന് പറയാം. അപ്പോ ആർട്ടിക്കിൾ 324 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ്മെന്റ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ ഈ പറയുന്ന അപ്പോയിന്റ് ചെയ്യുന്നത് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മൾട്ടി മെമ്പർ ബോഡിയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ട്. 1989 മുതൽ 2 ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട്. ഓക്കെ, ഇവർക്ക് എല്ലാവർക്കും ഈക്വൽ പവർ ആണ്. അപ്പോൾ 3 പേരുണ്ട്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരുമാണ് ഉള്ളത്. ഇവർക്ക് എല്ലാവർക്കും ഈക്വൽ പവർ ആണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായമുണ്ട് എന്നുണ്ടെങ്കിൽ മെജോറിറ്റി വോട്ട് മാത്രമേ നോക്കുകയുള്ളൂ ഇവരുടെ കാര്യത്തിൽ. ഓക്കെ, സോ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇവരുടെ റിമൂവൽ പ്രോസസ്സ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ റിമൂവൽ എന്ന് പറയുന്നത് ഇംപീച്ച്മെന്റ് പ്രോസസ്സിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞു, പാർലമെന്റിൽ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി നേതൃത്വം എടുത്തുകൊണ്ട്, കോൺഗ്രസ് നേതൃത്വം എടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ ജ്ഞാനേഷ് കുമാറിനെ, ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പുറത്താക്കണം. ഇംപീച്ച്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് പാർലമെന്റിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നതിന്റെ അതേ ഭാഗം തന്നെയാണ്. ദാറ്റ് മീൻസ് ഒരു സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടി പുറത്താക്കേണ്ടതാണ് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവൽ പ്രോസസ് എന്ന് പറയുന്നത്. എന്നാൽ ഇലക്ഷൻ കമ്മീഷണർമാരെ റിമൂവ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് ലഭിക്കുന്നുണ്ട്. പ്രസിഡന്റിന് അത് ലഭിക്കുന്നത് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പോ ഇവരെ രണ്ടുപേരെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. പക്ഷെ ഇവരെ രണ്ടുപേരെയും റിമൂവ് ചെയ്യുന്ന പ്രോസസ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ പ്രോസസ് എന്ന് പറയുന്നത് പാർലമെന്റ് ഇംപീച്ച്മെന്റ് പ്രോസസ്, ദാറ്റ് ഓഫ് റിമൂവൽ ഓഫ് എ ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട്. സ്പെഷ്യൽ മെജോറിറ്റി വേണം. എന്നാൽ ഇലക്ഷൻ കമ്മീഷണറിന്റെ കാര്യത്തിൽ പ്രസിഡന്റ് തന്നെയാണ് റിമൂവ് ചെയ്തത് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വേണം. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം റിലേറ്റഡ് ടു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന എന്ത് തരം ബോഡിയാണ്? ഇതൊരു ഇൻഡിപെൻഡന്റ് ഓർ ഓട്ടോണമസ് ബോഡിയാണ്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 324. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, ഇതൊരു ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇറ്റ് ഈസ് ആൾസോ എ ക്വാസി ജുഡീഷ്യൽ ബോഡി. അർദ്ധ ജുഡീഷ്യറി സ്വഭാവമുള്ള ഒരു ബോഡി കൂടിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, അതായത് സാധാരണ കോർട്ടുകൾ ആളെ വിളിപ്പിച്ചും ഡോക്യുമെന്റ്സ് എക്സാമിൻ ചെയ്യുവാനും വിറ്റ്നസിനെയൊക്കെ വിളിച്ചു വരുത്തി ഡോക്യുമെന്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്യാനുള്ള അധികാരം ഉള്ളത് കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് കൂടി നമ്മൾ പറയുന്നത്. പെർമനന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഓക്കെ, അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റ് നോക്കിയേ, 25th January 1950. ദാറ്റ്സ് വൈ 25th January നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് അറിയപ്പെടുന്നു. 2011 മുതലാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ഇത് ആചരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഈ വർഷം 2025 January 25 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ 15th നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് 75ാമത് വാർഷികം കൂടിയായിരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ പോയിന്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നിർവചൻ സദൻ, ദാറ്റ് മീൻസ് ന്യൂഡൽഹിയിലാണ്. It is an independent or autonomous constitutional permanent constitutional body with a quasi judicial authority also. Not a department of the government. ഒരു ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല എന്ന് മനസ്സിലായിക്കൊള്ളണം. ഓക്കെ, ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരും. ഇവിടെ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതല്ല ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പകരം ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളെ മാനിക്കേണ്ട ഒരു സ്ഥാപനമായിരിക്കണം എന്നുള്ള സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജനറേഷനിലായപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. കോമ്പോസിഷൻ നോക്കാം. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പ്ലസ്
2 election commissioners. അതായത് 1989 മുന്നേ വരെ ഒരു ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു ഉണ്ടായിരുന്നത്, ശേഷം 2 എണ്ണമായി. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. സിഇസി ആൻഡ് ഇസിസ്. ഇനി ഞാൻ സിഇസി എന്ന് പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇസിസ് എന്ന് പറയുന്നത് 2 ഇലക്ഷൻ കമ്മീഷണർമാരുമാണ്. They have equal powers and decision are taken by a majority vote. Already ഞാൻ പറഞ്ഞു. And they are appointed by the President of India. ഇവരുടെ ടെനർ എന്ന് പറഞ്ഞാൽ, കാലാവധി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഏതാണോ ആദ്യം സംഭവിക്കുക അതുവരെയാണ്. ഇവരുടെ സ്റ്റാറ്റസ് ആൻഡ് സാലറി എന്ന് പറയുന്നത് ഇക്വാലന്റ് ടു എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ, ശ്രദ്ധിക്കണം, ചീഫ് ജസ്റ്റിസ് അല്ല, ഇവർക്ക് ഈ പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനും 2 ഇലക്ഷൻ കമ്മീഷണർമാർക്കും ഈക്വൽ പവർ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ സാലറിയും ഈക്വൽ ആണ്. ദാറ്റ് ഇക്വാലന്റ് ടു എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. എത്രയാ? ₹2.5 lakh per month. ഇനി ഇലക്ഷൻ കമ്മീഷന്റെ എക്സ്പെൻഡിച്ചർ, അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ചെലവ് എവിടെ നിന്നാണ് വഹിക്കുന്നത്? നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ഓക്കെ, ഇനി നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ സിഇസി എന്ന് പറയുന്നത് സുകുമാർ സെന്നാണ്. ഫസ്റ്റ് മലയാളി സിഇസി TN ശേഷൻ. ഫസ്റ്റ് ആൻഡ് ഓൺലി വുമൻ സിഇസി, അതായത് ഏക വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ VS രമാദേവിയാണ്. അവർ തന്നെയാണ് ഏറ്റവും കുറഞ്ഞ കാലവും ആ ഒരു പദവിയിൽ ഇരുന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കാലം ഈ പദവിയിൽ ഇരുന്നത് KVK സുന്ദരമാണ്. 25ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് രാജീവ് കുമാർ. എന്നാൽ നിലവിലെയും 26ാമത്തേതും ഗ്യാനേഷ് കുമാർ ആണ്. ഓക്കെ, ഇതെല്ലാം ഓൾറെഡി നിങ്ങൾ മുന്നേ പ്രിലിംസിനൊക്കെ വേണ്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോയി എന്ന് മാത്രം. സോ എത്രാമത്തേതാണെന്ന് നോക്കണം? 26ാമത് സിഇസി, കറന്റ്ലി ഗ്യാനേഷ് കുമാർ. ഇനി ഇവരുടെ റിമൂവലിനെ പറ്റി ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആദ്യമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കായിട്ട് നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യുന്നത് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ല. മിസ്ബിഹേവിയർ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഇൻകപ്പാസിറ്റി ഒക്കെ കാണിക്കുമ്പോഴാണ് ഈ പറയുന്ന ഇംപീച്ച്മെന്റ് പ്രോസസ് ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും ഇംപീച്ച്മെന്റ് പ്രോസസ് പാർലമെന്റിൽ സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടി പാസ്സാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ്. ഓക്കെ, ഒരു ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്ന അതേ പ്രോസസ് തന്നെയാണ് ഇവിടെ വരുന്നത്. എന്നാൽ വ്യത്യസ്തമായിട്ട് ഒരു ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് തന്നെയാണ്. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും പ്രസിഡന്റാ. റിമൂവ് ചെയ്യുമ്പോൾ ആരുടെ റെക്കമെൻഡേഷൻ കൂടെ എടുക്കണം? ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ റെക്കമെൻഡേഷൻ കൂടി എടുക്കണം എന്നുള്ളതാണ്. ഇനി ഞാൻ 2 നോട്ടുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ നോക്കിയോളാം. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ആക്ട് 2023. ഒന്നുമല്ല, ഈ ഒരു ആക്ട്, അതായത് ഇവരുടെ അപ്പോയിന്റ്മെന്റും സർവീസ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട് 2023 ഒരു ആക്ട് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടാൽ മതി. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഓക്കെ, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർമാര് they are not eligible for reappointment to this same office. That is, election commission of ഇന്ത്യയിലേക്ക് തന്നെ അവര് വൺസ് 65 വയസ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന 6 വർഷമോ പൂർത്തീകരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അവരുടെ ഫസ്റ്റ് ടെനർ കഴിഞ്ഞു, ഫസ്റ്റ് കാലാവധി കഴിഞ്ഞു. എന്നിട്ടും അവരെ ആ ഓഫീസിലേക്ക് വീണ്ടും റീഅപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അത് ഭരണഘടന വിരുദ്ധമാണ് എന്നല്ല, അത് ഭരണഘടന വിരുദ്ധമാണ് എന്ന് പറയരുത്. കാരണം ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ആക്ട് ആണ്. സോ അത് നിയമവിരുദ്ധമാണെന്ന് പറയണം. സോ ഭരണഘടനാ വിരുദ്ധമല്ല, അത് നിയമവിരുദ്ധമാണ്. കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലല്ല പറഞ്ഞിരിക്കുന്നത്. പകരം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടെനർ ഓഫ് ഓഫീസ് ആക്ട് 2023. They are not eligible for reappointment. They are ineligible, not eligible അഥവാ ineligible for reappointment to the same office, election commission. പക്ഷേ ഈ ഒരു ആക്ട് ഇവർക്ക് അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഗ്യാനേഷ് കുമാർ റിട്ടയർ ആകുമ്പോൾ ഗ്യാനേഷ് കുമാറിനെ വേറെ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നാലോ? അതിനെപ്പറ്റി ഈ ആക്ട് ഒന്നും പറയുന്നില്ല. ഗവൺമെന്റിന്റെ മറ്റ് ഓഫീസുകളിലേക്ക്
ഒരു കസേരയിലേക്ക് കൊണ്ടിരുത്തുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഈ ഒരു നിയമത്തിൽ പറയുന്നില്ല. പക്ഷേ നമ്മൾ നടന്നു വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവരെ മറ്റ് ഗവൺമെന്റ് ഓഫീസുകളിലേക്കും പരിഗണിക്കാറില്ല. അപ്പൊ അതിനെപ്പറ്റി പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു UPSC ഏതൊരു PSC പരീക്ഷകളും പറയുന്നത് ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ് ടു ദ സെയിം ഓഫീസ് അഥവാ ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് ആൾസോ ടു അതർ ഗവൺമെന്റ് പൊസിഷൻസ് ആഫ്റ്റർ റിട്ടയർമെന്റ്. ഇത് തന്നെയാണ് ട്രൂ എന്ന് നമ്മൾ കൊടുക്കണം. പക്ഷേ ഇന്നർ ഡെപ്തിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു സർവീസ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട ആക്ടിലാണ് they are not eligible for reappointment to the election commission of India or the same office. പക്ഷെ അവിടെ അതർ ഗവൺമെന്റ് പൊസിഷൻസിനെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ നമ്മുടെ രാജ്യത്തെ ചോദ്യങ്ങൾക്ക് അത് പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് ഉത്തരവും UPSC ചോദിക്കുമ്പോഴും കൊടുക്കേണ്ടത്. UPSC അത് ചോദിച്ചിട്ടുമുണ്ട്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് 2024 നമ്മുടെ കേന്ദ്ര നിയമമന്ത്രിയാണ് അർജുൻ റാം മേഘ്വാൾ. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു നിയമമാണ്, ഒരു ബില്ലാണ് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 129th Constitution Amendment Bill 2024 was introduced in the Parliament, that too in Lok Sabha by Arjun Ram Meghwal. It is related to one nation, one election. ഒരേ സമയം പാർലമെന്റിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കും ഇലക്ഷൻ നടത്തുക, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ വൺ നേഷൻ വൺ ഇലക്ഷൻ ബില്ല് നോക്കിക്കൊള്ളുക. ഓക്കെ, പാസ്സാക്കപ്പെട്ടിട്ടില്ല. So enables simultaneous elections to the Lok Sabha and state assemblies. It also states that Chief Election Commissioner and election commissioners are ineligible for appointment to any office under the Government of India, state government or any office under the Constitution. അപ്പോൾ ഇതിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് what the thing is, ഈ പറയുന്ന വ്യക്തികളെ ഗവൺമെന്റ് ഓഫീസ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളതല്ല. ഇതൊരു ബില്ലാണ്. ഇത് ഒരുപാട് ഡിബേറ്റുകളൊക്കെ നടത്തി ചെയ്യേണ്ടതായിട്ടുള്ള ബില്ലുകളാണ്. ഒരുമിച്ച് പാർലമെന്റിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിലും ഒക്കെ ഇലക്ഷൻ നടത്തുമ്പോഴേക്കും ഈ പറയുന്ന ഇലക്ടറൽ റോളിലും മറ്റുമെല്ലാം തിരിമറി ഒറ്റ തവണ മാത്രം നടത്തിയാൽ മതിയല്ലോ, അല്ലേ? അപ്പോൾ ഈസിയാണ്. മറ്റത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു കള്ളം ഒറ്റ തവണ മാത്രം നടത്തി എല്ലാം ഇങ്ങ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇനി നടക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ 129th Constitution Amendment Bill 2024 PSC പരീക്ഷയ്ക്ക് ചോദിക്കും. വൺ നേഷൻ വൺ ഇലക്ഷൻ ബില്ലാണ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോ മിനിസ്റ്റർ അർജുൻ റാം മേഘ്വാൾ. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് കണ്ടക്ട്സ് ഇലക്ഷൻ ഫോർ പാർലമെന്റ് അഥവാ ലോക്സഭ ആൻഡ് രാജ്യസഭ. അതുപോലെ തന്നെ ലോക്സഭയിൽ ഡയറക്റ്റ് ഇലക്ഷൻ ആണ്, മറ്റേത് ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് ആണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ അത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. UPSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് പകരം വിധാൻ സഭ, വിധാൻ പരിഷത്ത് എന്നാണ് ചോദിച്ചത്. വിധാൻ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധാൻ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്. വിധാൻ പരിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. നമ്മൾ കേരളത്തിനില്ല. അതുപോലെ തന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല demarcation of constituencies, preparing and periodically revising electoral rolls, registering political parties, granting symbols, appointing officers to inquire into electoral disputes. ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയേ, appointing officers to inquire into electoral disputes. ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ച് ഇലക്ഷൻ അവസാനിക്കുന്നത് വരെയുള്ള ഇലക്ഷൻ ഡിസ്പ്യൂട്ടുകൾ കോടതിയല്ല ആ സമയത്ത് ഇടപെടുന്നത്. ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷന് ഒരു അർദ്ധ ജുഡീഷ്യറി അഥവാ ക്വാസി ജുഡീഷ്യറി സ്വഭാവമുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോ അതുകൊണ്ട് അവരിതാ ഓഫീസേഴ്സിനെ വെച്ച് എൻക്വയറി ചെയ്യും. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്പ്യൂട്ട് അറേസ് ചെയ്യാം. ഇപ്പോൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യുന്നത് ആഫ്റ്റർ ദ ഇലക്ഷൻ, ഇൻ ബിറ്റ്വീൻ അല്ല, ആഫ്റ്റർ ദ ഇലക്ഷൻ സുപ്രീം കോർട്ടാണ്. അതുപോലെ തന്നെ MP MLA മാരുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നത്, ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നത് ഹൈക്കോർട്ടിലാണ്. ഓക്കെ, ഇറ്റ് അഡ്വൈസസ് ദ പ്രസിഡന്റ് ആൻഡ് ദ ഗവർണേഴ്സ് ഓൺ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് MPs ആൻഡ് MLA. MP ഡിസ്ക്വാളിഫിക്കേഷൻ ആർട്ടിക്കിൾ 103ലും MLA ഡിസ്ക്വാളിഫിക്കേഷൻ ആർട്ടിക്കിൾ 192ലുമാണ് പറഞ്ഞിരിക്കുന്നത്. സോ മെമ്പേഴ്സിന്റെ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അഡ്വൈസ് കൊടുക്കാറുണ്ട്.
while the president and governor hold the final decision making power, they are bound to act according to the opinion of the election commission. Election commission കൊടുക്കുന്ന അഡ്വൈസിനനുസരിച്ച് തന്നെ അവർ പോകുന്നതാണ് ഉചിതം. ഇനി മാത്രമല്ല, ഇറ്റ് ആൾസോ ആക്ട്സ് ആസ് എ ക്വാസി ജുഡീഷ്യൽ ബോഡി. ഓൾറെഡി ഞാൻ പറഞ്ഞു, സെറ്റിലിംഗ് ഡിസ്പ്യൂട്ട്സ് റിലേറ്റഡ് ടു റെക്കഗ്നിഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, അലോക്കേഷൻ ഓഫ് സിംബിൾസ്, can conduct formal hearings, examine witnesses, investigate documents in the matter of courts. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു സെൻട്രൽ അതോറിറ്റി ആണ്. ഓരോ സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രതിനിധി ഉണ്ടാവും. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ തലതൊട്ടപ്പനാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും എന്ന് പറയുന്നത്. ഇനി ഓരോ സംസ്ഥാനങ്ങളിലും ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് by the Election Commission of India in consultation with the concerned state government. അതായത് നമ്മുടെ കേരളത്തിന്റെ കാര്യം എടുക്കുക. കേരളത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അതിന് നേതൃത്വം നൽകുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡെപ്യൂട്ട് ചെയ്തിട്ടുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ, കേരളത്തിന്റെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കർ ആണ്. അദ്ദേഹമാണ് ഇവിടുത്തെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും സൂപ്പർവൈസ് ചെയ്യുന്നതും ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയർനെസ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതും വിവിധ ഓഫീസർമാരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ നന്നായി നടത്തിപ്പിന് വേണ്ടിയിട്ടും ഇലക്ടറൽ റോൾ പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒട്ടനവധി ഡ്യൂട്ടീസ് അദ്ദേഹമാണ് ചെയ്യുന്നത്. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷണർമാരും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണ് എങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റേ അല്ല. ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ പോലും നിങ്ങൾക്ക് ഭരണഘടനയിൽ കാണാൻ സാധിക്കില്ല. കാരണം എന്താണെന്നറിയാവോ? അതൊരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റ് ആണ്, അതൊരു നിയമാനുസൃത പോസ്റ്റ് ആണ്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 അതിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 13A പ്രകാരമാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ നിയമിക്കപ്പെടുന്നത്. അദ്ദേഹത്തെ നിയമിക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്, ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്, കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. ആൻഡ് ആൾസോ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഡ്യൂട്ടി തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു സംസ്ഥാനത്ത് അത് കൃത്യമായി സൂപ്പർവൈസ് ചെയ്ത് നടപ്പിലാക്കുന്ന പ്രതിനിധി. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 സെക്ഷൻ 20 ഓക്കെ, 2 ഉണ്ട്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 ഉണ്ട്, 51 ഉണ്ട്. 1950 ആക്ട് സെക്ഷൻ 13A ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് UPSC പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 1951 ആക്ടിലാണ് സെക്ഷൻ 20 ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിലവിൽ കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കർ ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് മെയിൻസ് എക്സാം ആണ്. ഓക്കെ, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യുന്നത്. എലക്ഷൻ പ്രഖ്യാപിച്ചു, എലക്ഷൻ അവസാനിക്കുന്നത് വരെയും ഒരു ഡിസ്പ്യൂട്ടും ഒരു കോടതിക്കും കയറി ഇടപെടാൻ പറ്റത്തില്ല, ആസ് പെർ ആർട്ടിക്കിൾ 329. എന്നാൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രസിഡന്റ് ഇലക്ഷനും വൈസ് പ്രസിഡന്റ് ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ സുപ്രീം കോടതി സെറ്റിൽമെന്റ് ചെയ്യും. അതുപോലെ തന്നെ പാർലമെന്ററി ഓർ ലെജിസ്ലേറ്റീവ് ഇലക്ഷൻ, MP MLA ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നതിൽ ഹൈക്കോർട്ടാണ് സെറ്റിൽ ചെയ്യുന്നത്. ഒരു നമ്മുടെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, അവസാനിക്കുന്നത് വരെയുള്ള ഡിസ്പ്യൂട്ട് ഒരിക്കലും അത് സെറ്റിൽ ചെയ്യാൻ ഹൈക്കോടതിക്ക് ഇടപെടാൻ പറ്റത്തില്ല, ഒരു കോടതിക്കും പറ്റത്തില്ല. കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതിയിൽ പോകും. അവിടെയാണ് ആർട്ടിക്കിൾ 329. നമ്മൾ മെയിൻസിന് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോന്നും 1 by 1 നമ്മൾ എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ അതിനുള്ള കാരണം അല്ലെ, ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന്റെ കാരണം എന്താണ്, അതിന്റെ മൂല കാരണം ആർട്ടിക്കിൾ 329. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് കോർട്സ് cannot interfere in electoral matters when the
election process has begun and that elections can only be challenged through a formal election petition filed with the appropriate authority, which is the High Court or the Supreme Court, depending on the office. MLA MP ആണെങ്കിൽ High Court, President Vice President ആണെങ്കിൽ election ആണെങ്കിൽ Supreme Court. This article prevents judicial intervention during elections but allows for challenges after process is complete. Election പ്രക്രിയയുടെ ഘട്ടത്തിൽ കോടതിയുടെ ഇടപെടൽ ഒഴിവാക്കുവാനും എന്നാൽ കഴിഞ്ഞതിന് ശേഷം നടത്തുവാനും സാധിക്കുന്ന ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ 321. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അറിയാമായിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഇലക്ഷൻ പ്രക്രിയയുടെ സമയത്ത് ഒരു കോടതിക്കും കയറി ഇടപെടാൻ പറ്റത്തില്ല. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്? പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യുന്നത് സുപ്രീം കോടതിയാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുക, കാണാപാഠം പഠിക്കുക. ആഫ്റ്റർ ദ ഇലക്ഷൻ MP MLA മാരുമായിട്ടുള്ള ഇലക്ഷൻ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നത് ആഫ്റ്റർ ദ ഇലക്ഷൻ ഹൈക്കോർട്ട്. ഓക്കെ, പെറ്റീഷൻ ഫയൽ ചെയ്യണം. ഇനി ഇമ്പോർട്ടൻറ്റ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് റിഫോംസ് ബൈ ECI ആണ്. ഇലക്ട്രോണിക്കലി ഇത് UPSCക്ക് ചോദിച്ചുള്ളതാണ്. ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം അഥവാ ETBPSന്റെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തുള്ള സർവീസ് വോട്ടേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ പറയുന്ന ഡിഫൻസ്, ആംഡ് ഫോഴ്സ്, അതുപോലെ തന്നെ ആർമിയിലുള്ളവര്, പാരാമിലിറ്ററി ആംഡ് ഫോഴ്സസിലുള്ളവര്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് വർക്കിംഗ് ഔട്ട്സൈഡ് ദ കൺട്രി. ഇപ്പോൾ IB-യിൽ റോയിലൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഭൂട്ടാനിലൊക്കെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്. നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഒക്കെ ഭൂട്ടാനിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവർക്കൊക്കെ ഈ പറയുന്ന ETBPS വഴി അവരുടെ വോട്ട് രേഖപ്പെടുത്താം. ഇനി VVPAT, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ, PSC ചോദിച്ചിട്ടുള്ളതാണ്. അറ്റാച്ച്ഡ് ടു EVMs, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്തിരിക്കുന്ന വോട്ട് കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കടലാസാണ്. ഇനി മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ ദ ECI ഫോർ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കാൻഡിഡേറ്റ്സ് ടു എൻഷുർ എ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഡ്യൂറിംഗ് എലക്ഷൻ. ഒരു ഫെയർ ആയിട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഫെയർ ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറപ്പെടുവിക്കാറുണ്ട്. സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ്. ഇത് പാലിച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്പ്യൂട്ട് എറേസ് ചെയ്യപ്പെടും. നോട്ട, നൺ ഓഫ് ദ എബോ, ഈ ഒരു ഓപ്ഷൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2013 ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഇനിഷ്യേറ്റീവ്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഈ വിജിൽ, അതായത് വിജിൽ ആപ്പ് സിറ്റിസൺ ആപ്പ് ആണ് ഫോർ സിറ്റിസൺസ് ടു റിപ്പോർട്ട് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വയലേഷൻസ് വിത്ത് ലൈവ് ഫോട്ടോ ഓർ വീഡിയോ എവിഡൻസ് ആൻഡ് ലൊക്കേഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ വിജിൽ ആപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ആപ്പിൽ നമുക്ക് അങ്ങ് ലോഡ് ചെയ്താൽ മതി. ഫോട്ടോയോ വീഡിയോ എടുത്ത് ലോഡ് ചെയ്താൽ മതി. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് പരിശോധിക്കും. ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ എടുക്കണ്ട കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ തുറന്നു പോലും നോക്കത്തില്ല. പ്രതിപക്ഷ പാർട്ടികളുടെ മാത്രം അയച്ചു കൊടുക്കാം. ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റീസ് റിലേറ്റഡ് ടു ഇലക്ട്രൽ റിഫോംസ്, ഇലക്ട്രൽ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞത് ഈ ETBPS വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ ഫുൾ ഫോം നോക്കിക്കൊള്ളണം. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നോട്ട് ഓൾറെഡി 2013 ഫോം ചെയ്തെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നൺ ഓഫ് ദി എബോ ഓപ്ഷൻ. അതുപോലെ തന്നെ വിജിൽ ആപ്പ്, വിജിൽ സിറ്റിസൺ ആപ്പ് ആണിത് ആക്ച്വലി. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റീസ് റിലേറ്റഡ് ടു ഇലക്ട്രൽ റിഫോംസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് താക്കുണ്ടെ കമ്മിറ്റി. അതിന്റെ ചെയർമാൻ VM താർക്കുണ്ടെ. അദ്ദേഹം അത് PSC ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പഴയ PSC ചോദ്യമാണ്. ഇനി ഒരുപക്ഷെ ആവർത്തിക്കാം. കാരണം VM താർക്കുണ്ടെ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഫാദർ ഓഫ് സിവിൽ ലിബർട്ടീസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സിവിൽ ലിബർട്ടി മൂവ്മെന്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാ ഈ പറയുന്ന VM താർക്കുണ്ടെ. ഓക്കെ, ആ കമ്മിറ്റി 1974-75 കാലഘട്ടത്തിലാണ് കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നത്. റെക്കമെൻഡഡ് മേക്കിംഗ് ദ ECI ഒരു മൾട്ടി മെമ്പർ ബോഡി ആയിട്ട് മാറ്റണം എന്നാണ്. അത് ഒന്നിലധികം ആളുകളുള്ള ഒരു ബോഡി ആയിട്ട് മാറ്റണമെന്നാണ് റെക്കമെൻഡ് ചെയ്തത്. ആക്ച്വലി ഈ ഒരു കമ്മിറ്റി രൂപവൽക്കരിക്കാൻ കാരണക്കാരനായത് ജയപ്രകാശ് നാരായണനാണ്. ശേഷം ദിനേശ് ഗോസ്വാമി കമ്മിറ്റി 1990 recommended reforms like electronic voting machines,
പ്രൊഹിബിഷൻ ഓൺ ദി സെയിൽ ഓഫ് ലിക്കർ ഡ്യൂറിങ് എലക്ഷൻസ്. അപ്പൊ EVM കൊണ്ടുവരുവാനും ഇലക്ഷന്റെ സമയത്ത് നമുക്ക് ഇലക്ഷന്റെ സമയത്തൊക്കെ ഇപ്പോൾ അമളി പറ്റാത്തവരായിട്ട് ആരും കാണത്തില്ല. ഈ മദ്യപിക്കുന്ന ആളുകളിൽ അമളി പറ്റാത്തവരായിട്ട് ആരും കാണത്തില്ല. ഇലക്ഷന്റെ സമയത്ത് ആ ഒരു സമയത്ത് സാധനം കിട്ടത്തില്ല, അല്ലെ? അതൊക്കെ ദിനേശ് ഗോസ്വാമി കമ്മിറ്റി റെക്കമെൻഡേഷൻ അനുസരിച്ചാണ്. ഇതാണ് UPSCക്ക് ചോദിക്കുന്നതും ദിനേശ് ഗോസ്വാമി റെക്കമെൻഡേഷനാണ്. ഇതാണ് കൂടുതൽ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി 1998 ജസ്റ്റ് ഒന്ന് നോക്കുക. റെക്കമെൻഡഡ് സ്റ്റേറ്റ് ഫണ്ടിങ് ഓഫ് ഇലക്ഷൻ. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റുകളും കൺസേൺഡ് സ്റ്റേറ്റും ഫണ്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1998 കമ്മിറ്റിയാണ് ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി. അപ്പോൾ ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട്, കാരണം UPSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റെക്കമെൻഡേഷൻ നോക്കാം. പ്രൊപ്പോസൽ ഫോർ ഇൻകൈൻഡ് ഗവൺമെന്റൽ മണി. ദാറ്റ് മീൻസ് പൊളിറ്റിക്കൽ പാർട്ടീസിന് പൊളിറ്റിക്കൽ പാർട്ടി ഇലക്ഷൻ എടുക്കുമ്പോഴാണല്ലോ അവരുടെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അങ്ങനെ ഒരുപാട് ബ്ലാക്ക് മണി അവർ കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ബ്ലാക്ക് മണി ഈ രീതിയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടുള്ള മറ്റ് വിഷയങ്ങൾ നമ്മുടെ എക്കണോമിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഇതിന് ഫണ്ട് ചെയ്യണം. അതായത് ഇവരുടെ മറ്റ് പരിപാടികൾക്കും ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ഫണ്ട് ചെയ്യണമെന്നാണ് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ്. മാത്രമല്ല ഇതിപ്പോഴും ഇതില് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. എ കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ബി പെർമിറ്റഡ് ടു കണ്ടസ്റ്റ് ഇൻ മോർ ദാൻ 2 കോൺസ്റ്റിറ്റ്യുവൻസീസ്. മോഡി ആയിക്കോട്ടെ രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ 2ൽ കൂടുതൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് മത്സരിച്ചിട്ടില്ല. ഒരേ സമയം 2 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് മാത്രമേ മാക്സിമം മത്സരിക്കാൻ പറ്റത്തുള്ളൂ. നീഡ് ഫോർ അമെൻഡ്മെന്റ് ഓഫ് ആന്റി ഡിഫെക്ഷൻ ലോ ടു റെസ്ട്രിക്ട് ഡിസ്ക്വാളിഫിക്കേഷൻ വെയർ ഇലക്ടഡ് മെമ്പർ വോളണ്ടറിലി ഗിവൺ അപ്പ് ഹിസ് മെമ്പർഷിപ്പ്. ഇനി അതുപോലെ തന്നെ ഫ്രഷ് ഡീലിമിറ്റേഷൻ മണ്ഡല പുനർനിർണയം ബേസ്ഡ് ഓൺ 1981 സെൻസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെഡ്യൂസ് ഏജ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫ്രം 25 to 21 ഫോർ അസംബ്ലി സീറ്റ്സ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് 21 വയസ്സ്, അല്ലെ? അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിൽ ഈ പറയുന്ന 25 വയസ്സാണ് പറയപ്പെടുന്നത്. 25ൽ നിന്നും 21 വയസ്സിലേക്ക് കുറയ്ക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തു, പക്ഷെ അത് നടപ്പിലാക്കിയിട്ടില്ല. ഡിസ്കറേജ് നോൺ സീരിയസ് കാൻഡിഡേറ്റ്സ് ബൈ ഇൻക്രീസിംഗ് ദി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൂട്ടിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. പിന്നെ ഇഷ്യൂ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ ഷുഡ് ബി ഡിസൈഡഡ് ബൈ ദ പ്രസിഡന്റ് ഗവർണർ ഓൺ ദി അഡ്വൈസ് ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ. അതായത് MP-മാരുടെയോ MLA-മാരുടെയോ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ MP-മാരുടെ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രസിഡന്റും MLA-മാരുടെ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഗവർണറുമാണ് കൈകാര്യം ചെയ്യേണ്ടത് ഓൺ ദ അഡ്വൈസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. ഇതാണ് റെക്കമെൻഡേഷൻ. ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, നോട്ട് ചെയ്യേണ്ട ചില പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. 325 ആർട്ടിക്കിൾ 325 എന്ന് പറയുന്നത് ഈ പറയുന്ന റിലീജിയനോ റേസോ കാസ്റ്റോ സെക്സ് അനുസരിച്ച് ഒരു വ്യക്തിയും ഇലക്ടറൽ റോളിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തരുത് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു വിവേചനവും പാടില്ല എന്നുള്ളതാണ് ഇലക്ടറൽ റോളിൽ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? അർഹതപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ അങ്ങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി വിടുകയാണ്. അത് ഭരണഘടനാ വിരുദ്ധമല്ലേ? അതിനെതിരെയാണ് രാഹുൽ ഗാന്ധി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതെല്ലാം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് അർഹതപ്പെടാത്തവരും വ്യാജന്മാരെയും ഇലക്ട്രൽ വോട്ടർ ലിസ്റ്റിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിക്കിൾ 326 എന്ന് പറയുന്നത് UAS അഥവാ സാർവത്രിക വോട്ടവകാശം 18 വയസ്സിന് മേലുള്ളവർക്ക്. ആർട്ടിക്കിൾ 327 എന്ന് പറയുന്നത് empowers the parliament to make laws regarding elections to the ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. ഇതനുസരിച്ചാണല്ലോ റെപ്രസെന്റേഷൻ ദ പീപ്പിൾ ആക്ട് 1951 ഒക്കെ പാർലമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മുടെ രാജ്യത്തെ റൈറ്റ് ടു വോട്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ബിക്കോസ് ആർട്ടിക്കിൾ 326 അത് പറയുന്നുണ്ട്. ഇത് പല UPSC PSC പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാം. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1988 കൊണ്ടുവരുന്നത്. അത് നിലവിൽ വന്നത് 28 മാർച്ച് 1989. PSC ചോദ്യമായിരുന്നു ഇതെന്തായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18ലേക്ക് താഴ്ത്തി. അമെൻഡിങ് ആർട്ടിക്കിൾ 326. ഇനി അതുപോലെ തന്നെ ഹൗ മെനി hours ബിഫോർ ദ എൻഡ് ഓഫ് പോളിംഗ് ഷുഡ് ദ ക്യാമ്പയിൻ എൻഡ്? 48 hours ആണ് പറയുന്ന. പോളിംഗ് അവസാനിക്കുന്നതിന് മുന്നേ 48 മണിക്കൂർ മുന്നേ തന്നെ എല്ലാവിധ ഇലക്ഷൻ ക്യാമ്പയിനുകളും നിർത്തലാക്കേണ്ടതാണ്.
അപ്പൊ ഈ ഒരു 48 മണിക്കൂറിനെയാണ് സൈലൻസ് പീരീഡ് എന്ന് പറയുന്നത്. ബിഫോർ ഹൂം ഡു കാൻഡിഡേറ്റ് സബ്മിറ്റ് ദെയർ നോമിനേഷൻ പേപ്പേഴ്സ്. MP മത്സരം ആയിക്കോട്ടെ, MLA മത്സരം ആയിക്കോട്ടെ, റിട്ടേണിംഗ് ഓഫീസർമാരെ മുമ്പാകെ എന്ത് ചെയ്യണം? റിട്ടേണിംഗ് ഓഫീസർമാരെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, നോമിനേഷൻ പേപ്പർ ഹാജരാക്കണം. ഇനി ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോളിംഗ് ബൂത്ത്. നമ്മൾ പോകുന്ന പോളിംഗ് ബൂത്തിലേക്ക് ഒരു ഓഫീസർ ഇൻ ചാർജ് ഉണ്ടാവും. അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് പ്രിസൈഡിംഗ് ഓഫീസർ. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ക്രിയേറ്റഡ് ഫോർ representing election commission of India for conducting elections in states and union territories. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ്. കേരളത്തിൽ അത് രത്തൻ യു കേൽക്കർ ആണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പീപ്പിൾ ബാർഡ് ഫ്രം വോട്ടിംഗ് റൈറ്റ്സ്. നോൺ ഇന്ത്യൻ സിറ്റിസൺസ്, വിദേശീയർക്ക് പറ്റത്തില്ല. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ലാത്തവർക്ക് പറ്റത്തില്ല. പേഴ്സൺസ് ബിലോ 18 ഇയേഴ്സിന് പറ്റത്തില്ല. മെന്റലി ഇൽ, മാനസിക അസ്വാസ്ഥ്യമുള്ളവർക്കൊന്നും പറ്റത്തില്ല. പ്രിസണേഴ്സ്, തടവുകാർക്കൊന്നും പറ്റത്തില്ല. പേഴ്സൺസ് എക്സ്ക്ലൂഡഡ് ഫ്രം വോട്ടിംഗ് ഡ്യൂ ടു കറപ്ഷൻ ആൻഡ് ഇലക്ഷൻ ഒഫൻസസ് പറ്റത്തില്ല. പേഴ്സൺസ് ഹൂസ് നെയിം ആർ നോട്ട് ഓൺ ദ ഇലക്ടറൽ റോളിൽ ഇല്ലാത്തവർക്ക് പറ്റത്തില്ല. സോ ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നോട്ട് ഞാൻ ടെലഗ്രാമിൽ കൊടുത്തേക്കാം, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തോളൂ. താങ്ക് യു.